ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഒരുങ്ങിയാലോ? ഞാൻ ഇന്നൊരു അമ്പലവാസി ആവാൻ പോണു ഗൈസ്. അതെ, നമുക്കിവിടെ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളിലൊന്ന് പോയിട്ട് വരാം. ഞാൻ പൊതുവേ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാത്ത ആളാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഞാൻ ഇവിടെ കാഴ്ചവെക്കുന്നതാണ്. ഞാൻ എവിടെ എന്ത് ഔട്ട്ഫിറ്റ് ഇട്ട് പോയാലും എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്, ഒരു ചെറിയ കുഞ്ഞു പൊട്ട് എൻ്റെ നെറ്റിക്ക് കാണും. അതും ഞാൻ ഐലൈനർ കൊണ്ടാണ് ഈ പൊട്ട് തൊടുന്നതും കണ്ണെഴുതുന്നതും എല്ലാം. സോ അപ്പോൾ നമ്മുടെ കണ്ണെഴുത്തും പൊട്ടുതൊടിയിലും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലിപ് ബാം ഇടും. എൻ്റെ ചുണ്ട് നല്ലോണം ഡ്രൈ ആയി തുടങ്ങിയപ്പോഴാണ് ഈ ലിപ് ബാം എന്ന് പറഞ്ഞ സാധനം തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ അതിപ്പോൾ എൻ്റെ മേക്കപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക്. പക്ഷേ ഞാൻ എല്ലാവരെയും പോലെ അത് ഡയറക്റ്റ് എൻ്റെ ചുണ്ടത്ത് തേക്കാറില്ല. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരു കയ്യിൽ തേച്ചിട്ട് ചുണ്ടത്ത് തേക്കാറാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ലൈറ്റ് കളറേ ആവുള്ളൂ. എനിക്ക് ഡയറക്റ്റ് തേക്കുമ്പോൾ ഉള്ള ഡാർക്ക് കളർ എനിക്കിഷ്ടമല്ല. സോ ഞാൻ ചെറുതായിട്ട് തേയുന്നുള്ളൂ. ഇനി ഈ മുടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് ടാസ്ക്. അപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് കയ്യിലൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു വാച്ചും എടുത്തിട്ടൊരു വളയെടുത്ത് അങ്ങിട്ടു. അങ്ങനെ എൻ്റെ മുടിയിലോട്ട് നോക്കിയപ്പോഴാണ് എന്തോ ഒരു അപാകത. സോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നനഞ്ഞാണെന്നും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തങ്ങ് ഇട്ടു. അപ്പോൾ പിന്നെ പെർഫെക്റ്റ് ഓക്കെ ആയി. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഡ്രസ്സിലും എൻ്റെ സിമ്പിൾ മേക്കപ്പിലും ഞാൻ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ തൊട്ടടുത്തുള്ള എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പുളിവേലിൽ അമ്പലത്തിലോട്ടാണ് പോയത്. ഇതെല്ലാം ഞങ്ങളുടെ തൊട്ടപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കുന്ന അമ്പലങ്ങളാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അടുത്ത അമ്പലമാണ് തൃപ്പക്കുടം, ശിവൻ്റെ അമ്പലമാണ്. പിന്നെ ഞാൻ നേരെ പോയത് കോളാത്ത് അമ്പലത്തിലോട്ടുമാണ്. ഈ അമ്പലം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മണ്ണാറശാല എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം ഉള്ളത്. എന്തായാലും ഞാൻ ഫസ്റ്റ് ഹരിപ്പാട് അമ്പലത്തിലോട്ടാണ് പിന്നെ പോയത്. അപ്പോൾ ആദ്യം തന്നെ അമ്പലത്തിന് ചുറ്റും വലം വെച്ചതിന് ശേഷം അകത്ത് കയറി തൊഴുത്. പിന്നെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ അയാളെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെയും കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസും എടുത്തിട്ട് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഹരിപ്പാട് അമ്പലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഈ ഒരു ഹനുമാൻ്റെ അമ്പലം. ഇവിടെയും കയറി തൊഴുത് ഞാൻ നേരെ പോയത് മണ്ണാറശാലയിലോട്ട്. ഇവിടെ നമ്മൾ കുറച്ച് അധികം നേരം സ്പെൻഡ് ചെയ്യണം, കാരണം ഒരുപാട് നടക്കാനുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് നടക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങേ അറ്റത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നല്ലൊരു വലിയ കുളമുണ്ട്. അതിനകത്ത് കുറേ ആമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ ചെന്നാലും അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടായിരിക്കും തിരിച്ചു പോരുക. അങ്ങനെ നമ്മൾ നടന്ന് സ്ഥലം എത്തി. ഇതാണ് ഞാൻ ആ പറഞ്ഞ കുളം. ഇപ്പം നല്ലോണം കലങ്ങി കിടക്കാമെന്ന് തോന്നുന്നു. നല്ല ചുമല കളറിലാണ് കിടക്കുന്നത്. പക്ഷേ നേരത്തെയൊക്കെ വന്നപ്പോൾ നല്ലോണം ക്ലിയർ ആയിട്ട് ഇങ്ങനെ ആമകളൊക്കെ ഇങ്ങനെ പോകുന്ന കാണുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. ഇനി അടുത്ത നേരെ പോയതുകൊണ്ട് ഈ ഒരു സെക്ഷനിലോട്ടാണ്. എവിടെ അമ്പലത്തിൽ പോയാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസാണ് ഈ കാണുന്നത്. ഇനി ഞാൻ അവിടുന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമുക്ക് മുല്ലപ്പൂവിന് പകരമായിട്ട് വെക്കാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് മുല്ലപ്പൂവെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതെനിക്ക് വേണ്ടി വാങ്ങിച്ചല്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റുള്ളൊരു സാധനമാണ് കുപ്പിവള. ഇത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ചെറിയ ക്ലിപ്പ്, എനിക്ക് അധികം മുടിയില്ലാതെ ഞാൻ ചെറിയ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ ജിമിക്ക്, കാരണം എൻ്റെ കാത് കീറിയിരിക്കുന്നതുകൊണ്ട് ഹെവി ആയിട്ടുള്ളതൊന്നും ഇടാൻ പറ്റത്തില്ല. സോ ഞാൻ ചെറിയ ഒരെണ്ണം നോക്കി വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഒരു മാല, ഒരു ബ്ലാക്ക് കളർ മാല. ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് കീ ചെയിൻ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഒരു നെയിൽ പോളിഷ്, ഒരു ബ്രൗൺ കളർ നെയിൽ പോളിഷ്. അതിനുശേഷം ഞാൻ വാങ്ങിച്ചതാണ് ഒരു പാദസ്വരം, പിന്നെ ഒരു മോതിരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാവേ.